ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്യാങ്ങിലെ 3 പേരുടെ വെഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ഗ്രൂം ഔട്ട്ഫിറ്റ്സ് ട്രയൽ ചെയ്യാനും അതുപോലെ ബ്യൂട്ടി പാർലറിലൊന്ന് പോയിട്ട് അതിൻ്റെ ട്രയൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് ആദ്യം നമ്മൾ എങ്ങനെ പോകണേ? എന്താ പ്ലാനിങ് എന്താണ്? ആദ്യം നമ്മൾ അൽവാദ തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മോൾസ് ആയിട്ടുള്ള അൽവാദ മോളിൽ പോയിട്ട് അവിടെ നല്ല ബ്രാൻഡഡ് സ്റ്റോർസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നല്ല ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബിയർഡ് ആൻഡ് പൂൾ എന്ന് പറയുന്ന ഒരു സലൂണിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് അവിടെ പോയിട്ട് അതിൻ്റെ പാക്കേജസിനെ കുറിച്ചൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏതാണോ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് കറന്റ് നമ്മളിപ്പോൾ പോവുകയും ചെയ്യുന്നത്. ഓക്കെ, കൂട്ടത്തിൽ ഇയാളുടെ വെഡിങ് കഴിഞ്ഞാണ്ടോ? ഇവർ പെണ്ണ് കിട്ടിയിട്ടില്ല. ബാക്കി ഞങ്ങൾ 3 നേരം ഉള്ള 2 പേര് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് അരവിന്ദ്, ഇവന്റെ എന്താണ് നിന്റെ എന്താ പരിപാടി? ബർത്ത്ഡേയാ? എൻഗേജ്മെന്റ് സെബിൻ. ഇതാണ് കാർ ഓടിക്കാനാണ് സെബിന്റെ കല്യാണം, അതുപോലെ എന്റെ കല്യാണം. അങ്ങനെ 2 പേരുടെ കല്യാണവും ഒരാളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനാണ് ഉള്ളത്. ഓക്കെ, എന്താ എനിക്ക് പെണ്ണിട്ടാത്തെ? ഇത് പറയുന്ന പോലെ ഒന്നും അല്ല, എനിക്ക് അത്ര പ്രായമൊന്നും ആയില്ല. ഇവര് കൂട്ടത്തിൽ കൂടിയിട്ട് പെട്ടുപോയതാണ്, കൂട്ടിട്ട് മാറണം. ശരിയാണോ? ഇല്ലെന്ന് അവന് പെണ്ണ് കിട്ടാത്തതാണ്. ചെറുപ്പം കണ്ടറിഞ്ഞോട് നോക്ക്. ഒരു 6 മാസം കാണുമ്പോൾ 5-6 അവിടെ 3 മാസം നോട്ടീസ് പീരീഡ്, പൈസ ഫുള്ള് കൊടുത്താലേ. നമ്മളങ്ങനെ അൽവാദ മാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാറ് വർക്ക് ചെയ്യണം. കബോർഡ് ഇട്ട് തട്ടുപോലിക്കൂടെ കബോർഡ് വരെ കിട്ടും. നമ്മൾ എന്തൊക്കെ കാര്യത്തിന് കളഞ്ഞു പറയും. 3 മണിക്കൂർ ഫ്രീ ആണ്. 7 പെണ്ണ് ചെയ്യും. 3 മണിക്ക് എന്നാലും വെഡിങ്ങിന് പറ്റിയ ലുലു സെലിബ്രേറ്റ്. വെഡിങ്ങിന് പറ്റിയ കട കണ്ടു ഗൈസ്. നമ്മൾ നേരെ ലുലു സെലിബ്രേറ്റിലേക്ക് കയറാൻ പോകും. നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഗ്രൂംസിന് പറ്റിയ ഔട്ട്ഫിറ്റ്സ് ഉള്ളത്. ഞങ്ങൾ ആദ്യം മുകളിലാണ് നോക്കിയത്. അപ്പോൾ അവിടെ ബ്രൈഡ്സിന് പറ്റിയ ഐറ്റംസ് ആണുള്ളത്. ഞങ്ങളിപ്പോൾ അതേ താഴെ ഉണ്ടെന്ന് ഒരു സെയിൽസ്മാനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടന്റ് ഒന്നും ആയില്ല. ഈ പ്രിന്റൊക്കെ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നുന്നുണ്ട്. ഈ ഡിസൈൻ പാറ്റേൺ ആണെങ്കിലും നിർത്താൻ പറ്റും. നിർത്തുന്നതല്ല, മടക്കി വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ മടക്കി മടക്കിയോളാം. ഇത് പാൻറ്റാണോ? അല്ലേ ഉള്ള നിനക്ക് ചേരുന്നുണ്ട് ഈ കളറുള്ള അടിപൊളിയുണ്ട്. ഇവിടെ കഥാപ്രസംഗത്തിന് പോകാൻ വേണ്ടി ഒരുത്തരും ഇവിടെ എവിടെ കറക്റ്റ് കഥീകനല്ല കാണിച്ചിട്ട് ഇടാൻ വേണേ എന്നിട്ടോ അവിടെ കൊണ്ടോടാ അത് നിനക്ക് ചേരണ്ട്. അല്ല വേറെ കേസുണ്ട്,
സാറിന്റെ കല്യാണം അല്ലല്ലോ. ഇതിനെക്കാട്ടുള്ള മറ്റേതാടാ അതൊരു കഴിഞ്ഞ കല്യാണ സീസൺ കഴിഞ്ഞ ട്രയലൊക്കെ അടിപൊളിയായില്ലേ? ഒരു തീരുമാനമായില്ലേ? തീരുമാനമായി. ഗൈസ് അടുത്ത് ഞങ്ങള് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാനായിട്ട് മൈക്ക് നോക്കാൻ വേണ്ടി വന്നേക്കാണ്. ഫോണിൽ കണക്ട് ചെയ്യണ മൈക്കാണ് നോക്കിക്കൊണ്ടിരിക്കണേ. ഇത് കൊള്ളാം, ഇത് നല്ലൊരു അടിപൊളി മൈക്കാണ്. അവിടെ ഇത് ഷർട്ടിലൊന്നും കുത്തി അറിയൂല കേട്ടോ, ഇത് അറിയൂല. ഇത് ഒരു ബട്ടൺ മാത്രം പോലെ പുറത്ത് കാണുള്ളത്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് സിയും ലൈറ്റ്നിങ് പോർട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഹലോ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ മൈക്കിലാണ്. പുതിയതായിട്ട് മേടിച്ച മൈക്കിലാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, മേടിച്ച മൈക്കിന് വാറണ്ടി ഇടാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിൽ വന്നേക്കണല്ലോ. ഇല്ല, ഇനി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് വാറണ്ടി കാർഡ് തരും. ഏതൊരു ബ്രാൻഡിൻ്റെ പേര് പൊറോഡോ എന്ന് പറയുന്ന ഏതൊരു ചൈനീസ് ബ്രാൻഡാണ്. 1 year വാറണ്ടി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് നോക്കി പറഞ്ഞാൽ അങ്ങോട്ട് മേടിച്ച്. അവരുടെ വിസ ഞാനൊക്കെ നിനക്ക് പെണ്ണില്ലല്ലോ, ഇവിടുന്ന് ഏതെങ്കിലും പെണ്ണ് സെറ്റ് ആവും നോക്കി പറയാൻ പറ്റില്ലട്ടാ. വാലന്റൈൻസ് ഡേ ആയിട്ട് ഇവിടെ സിംഗിൾസ് വന്ന് നിൽക്കണുണ്ടാവും. നമ്മള് അബുദാബിയിലുള്ള റഹ്മത്ത് ഹോട്ടലിൽ വന്നേക്കാണ്. കാലിക്കട്ട് ചായ പിടിക്കാൻ വേണ്ടി വന്നേക്കണം. ബീഫ് റോൾ പണ്ടാരായിരുന്നു ഇതുപോലത്തെ സാധനം മേടിച്ച എല്ലാം കേടായി. അതല്ലേ ഇനി കൂടെ വരാൻ ഇപ്പോൾ പോറുണ്ട്. മൈനസ് കഴിഞ്ഞു പോകും. മൈനസ് നൈസല്ലേ, അത് നമ്മൾ മേടിച്ചാലോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പുതിയ മൈക്കൊക്കെ മേടിച്ച് മൈക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഈ മൈക്കിലൂടെയുള്ള സൗണ്ടാണ്. എങ്ങനെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ സാധനമൊക്കെ. അപ്പം നമ്മളിനി വീഡിയോസ് എല്ലാം ഈ മൈക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും. അടിപൊളിയായിരിക്കും അല്ലേ? 2 മൈക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. മെൻസ് സലൂണിലെത്തി നമ്മൾ. ബിയർഡ്സ് ആൻഡ് ബുൾസ് സലൂണിലാണ് നമ്മൾ കയറിയത്. നല്ല റേറ്റ് ആയതുകൊണ്ട്, പാക്കേജുകളെല്ലാം നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ കയറാണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ വിഷമം തീർക്കാനായിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ബീലബാൻ ഷോപ്പിൽ കയറി. അപ്പോൾ ബീലബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് സ്വീറ്റ്സും കേക്ക്സും ഡെസേർട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ വീഡിയോ ഒക്കെ എടുത്തിരി സ്പൂൺസല്ലേ എക്സ്ട്രാ തുറന്നു വെക്കും. ഇതെന്താണ് ബീലബാൻ്റെ എന്ത് സാധനം? എന്താ
എന്താ സാധനം എന്താ ചവണ്ണ എന്റെ പേര് പറ പറഞ്ഞോ. മസ്റ്റ് ട്രൈ ഐറ്റം. قبل التاريخ والزمان مصر بلادي الجميلة حسن السلام والأمان അങ്ങനെ നമ്മുടെ ആദ്യത്തെ മണവാളൻ നമ്പർ 1. ഇതാണ്ട ബിഫോർ ഇതിനെ കാണിച്ച ബിഫോർ ലുക്കും. ഇതാണ് ബിഫോർ ലുക്ക്. ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് കല്യാണ ലുക്കിലേക്കുള്ള സെറ്റപ്പ് നമ്മൾ കാണിക്കാം. ഞാനും മുടി വെട്ടാൻ വന്നിരിക്കുന്നു. ഇവരെന്താ കാണിച്ചത്? സ്മൂത്തനെ ചെയ്യാനാണ് ഗൈസ്. തകർക്ക് ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ലുക്ക് ഇങ്ങനെ കണ്ടിട്ട് തന്നെ സ്മൂത്തനിങ് കഴിക്കാൻ എന്ത് ചെയ്യും? തകർക്ക് അറിയാതെ ചെയ്യണല്ലേ? എവിടെ ചെയ്യണല്ലേ? ചെയ്യടാ. അവിടെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കല്യാണം കഴിഞ്ഞുള്ള കേസ് നോക്കണ്ട. അവർക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഒട്ടും മുടിയില്ലാത്ത പോലില്ലേ? 1200 1200 ചോട്ടെ. അത് മാറിപ്പോയി. പോഞ്ഞിക്കര മിസ്റ്റർ പോഞ്ഞിക്കര. ഇതിനെ നോക്കല്ലേ? അടിപൊളി. ഒന്നും പറയാനില്ല. അപ്പൊ കല്യാണ ചെറുക്കൻ നമ്പർ 1. ഓക്കെ. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വസന്ത ഭവനിൽ കയറിയേക്കണം. വസന്ത ഭവൻ വെജിറ്റേറിയൻ ഫുള്ള്. നമ്മള് ഉച്ചക്ക് വൈകിട്ടൊക്കെ ഫുള്ള് ഇന്നലെയും ഒക്കെ നോൺ വെജ് ആയതുകൊണ്ട് ഇന്നിപ്പോ എന്താ വെജിറ്റേറിയനിൽ കയറിയേക്കണം. പോരെ? നമുക്ക് നിനക്ക് എന്താ വേണ്ടേ? പൊങ്കൽ വടേ, ദോശ കേട്ടോ. എനിക്കിത് മതി ചോണ്ടാ. എനിക്കിത് മതി ഒണിയൻ റവ ദോശ. അതൊക്കെ അവിടെ ഉണ്ടോന്ന് നോക്കിയാ തറ എന്തോണേ. മറ്റേ വീഡിയോയിൽ നമ്മൾ അൽവാത്തിലായിരുന്നു. അപ്പോൾ ഗൈസ് ഒരു കാര്യമില്ലാണ്ട് ഫസ്റ്റ് ഡേ തെണ്ടി തിരിഞ്ഞ സമയം കളഞ്ഞ് സെക്കൻഡ് ഡേയിലേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ വേറൊരു ഷോപ്പ് നല്ലതാണെന്ന് അറിഞ്ഞിട്ട് അവിടെ ഡ്രസ്സ് നോക്കാനായിട്ട് ഗ്രൂമിൻ്റെ ഡ്രസ്സ് നോക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അബുദാബി അൽവാദമാടിലെ മാന്യവർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. മാന്യവർ ഷോപ്പിൽ ഗ്രൂം കളക്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ലുലു സെലിബ്രേറ്റിൽ പോയതിനേക്കാളും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇൻഡോ വെസ്റ്റേൺ ആണെങ്കിലും ജോധ്പൂരി ടൈപ്പിലാണെങ്കിലും കോട്ട് എല്ലാത്തിനും നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടോ? ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും.
ஒரு நிமிஷம் நான் அவங்கள ட்ரெஸ் பண்ணுறேன். ட்ரையல் ரூம் இருக்குது இப்போ. இவனுக்கு தான் நான் அந்த என்பிடி சொன்னேன். கொஞ்சம் செக் ഫസ്റ്റായിട്ടും വൈറ്റ് പാൻറ് വേണം. അങ്ങനെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് നോക്കലും പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി ഗൈസ്. ഇനിയൊരു തിരിച്ചുവരവില്ല.